കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. ഹലോ, DCAയുടെ FEG02 ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജനറൽ അനാലിസിസ് നോക്കാം. ജൂൺ 2021 മുതൽ ഡിസംബർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കോമ്പോസിഷൻ, പാരഗ്രാഫ്സ്, അതേപോലെ തേർഡ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് റൈറ്റിംഗ്, ഫോർത്ത് ക്വസ്റ്റ്യൻ സമ്മറി, നോട്ട് ടേക്കിംഗ്. അങ്ങനെയാണ് കോമ്പോസിഷൻ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കോമ്പോസിഷൻ റൈറ്റിംഗിൽ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ജനറൽ ടോപ്പിക്സ് ആണ് കാണപ്പെടുന്നത്. കൈൻഡ്നെസ്, സ്കൂൾ, ജോയിന്റ് ഫാമിലി, ടെക്നോളജി. അങ്ങനെ ഈ ടോപ്പിക്സ് ആണ് ജൂൺ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 2 പാരഗ്രാഫ് റൈറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ വിർച്വൽ ഫ്രണ്ട്സ്, ട്രിപ്പ്, മദർ, വിഷസ്. അങ്ങനത്തെ ഒരു ജനറൽ ടോപ്പിക്കാണ് അവിടെയും കാണുന്നത്. ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്ന റിപ്പോർട്ട് ഓർ ലെറ്റർ ആണ്. റിപ്പോർട്ടിംഗ് ഓൺ തിഫ്റ്റ്, മീറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ 3 സെക്ഷനിൽ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് സമ്മറി ഓർ നോട്ട് ടേക്കിംഗ് ആണ്. സമ്മറി ഓൺ റോഡ് സേഫ്റ്റി, അതാണ് അതിൽ വരുന്നത്. ഇനി ഡിസംബർ 2021 ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രാഫിക് റൂൾസ്, പാരന്റ്സ്, എൽഡർലി, ഹോബീസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കോമ്പോസിഷൻ റൈറ്റിംഗ്സിൽ ചോദിക്കുന്നത്. ഇനി പാരഗ്രാഫ്സിൽ ചോദിക്കുന്നത് ഓവർകമ്മിങ് സ്ട്രെസ്, റെസ്പെക്ട്, വുമൺ, ട്രാൻസ്പോർട്ട്, VS പ്രൈവറ്റ്, അതുപോലത്തെ കാര്യങ്ങളാണ് പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കുന്നത്. ഇനി റിപ്പോർട്ട് ഓർ ലെറ്ററിൽ വരുന്ന തേർഡ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ഓൺ ഫുട്ബോൾ മീറ്റിങ്ങിനെ പറ്റിയിട്ടാണ് റിപ്പോർട്ടിൽ ചോദിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ 4 സമ്മറി നോട്ട് ടേക്കിംഗ്, സമ്മറി ഓൺ റീഡിങ്ങിനെ പറ്റിയിട്ടുള്ള സമ്മറി എഴുതാൻ ഒരു പാസേജ് തരും, അത് വായിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ അതിന്റെ സമ്മറി എഴുതുക വേണ്ടത്. ഈ ജൂൺ 2022 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോമ്പോസിഷൻ റൈറ്റിംഗ് ഫ്രണ്ട്സ്, റീഡിംഗ്, സ്പോർട്സ് ആൻഡ് ഹെൽത്ത്, പൊല്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കോമ്പോസിഷൻ റൈറ്റിംഗ് ചോദിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ 2 ചോദിക്കുന്ന ഹോളിഡേയ്സ്, പാരന്റ്സ്, ഡിസിപ്ലിൻ, ട്രാഫിക് റൂൾസ്, ഈ കാര്യങ്ങളാണ് നമ്മള് പാരഗ്രാഫ് റൈറ്റിംഗിൽ ചോദിക്കുന്നത്. ഇനി അതിന്റെ റിപ്പോർട്ട് ഓർ ലെറ്ററിൽ ചോദിക്കുന്ന ലെറ്റർ ഓൺ ഗാർബേജ് അക്യുമുലേഷൻ, അങ്ങനത്തെ ആ ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ 3 വരുന്നത്. ക്വസ്റ്റ്യൻ 4 വരുന്നത് നോട്ട് ഓൺ സ്പേസ് എക്സ്പ്ലോറേഷൻ. സ്പേസ് എക്സ്പ്ലോറേഷനെ പറ്റിയിട്ടുള്ള പാസേജിന്റെ പാസേജ് തന്നിട്ടുണ്ടാവും, അതിന്റെ നോട്ട് ടേക്കിംഗ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ 4 വരുന്നത്. ഈ ഡിസംബർ 2022 വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്, ലൈബ്രറീസ്, സോഷ്യൽ മീഡിയ, സിനിമ. ഇതാണ് കോമ്പോസിഷൻ റൈറ്റിംഗിൽ നമുക്ക് ചോദിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ടൈം മാനേജ്മെന്റ്, സ്റ്റുഡൻസ് ലൈഫ്, റെസ്പെക്ട്, വുമൺ, മാനേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ 2 ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ 3 വരുമ്പോൾ ലെറ്റർ ഓൺ സ്ട്രേ ഡോഗ്സ്, അതാണ് ക്വസ്റ്റ്യൻ 3 ടോപ്പിക് വരുന്നത്. ക്വസ്റ്റ്യൻ 4 വരുമ്പോൾ നോട്ട് ഓൺ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനെ പറ്റിയിട്ടുള്ള പാസേജിന്റെ നോട്ട് ടേക്കിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇനി ജൂൺ 2023 വരുന്ന കോമ്പോസിഷൻ റൈറ്റിംഗിൽ കൊടുത്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റ്നെസ്, എൽഡർലി, ഹോബീസ്, കൈൻഡ്നെസ്. പിന്നെ ക്വസ്റ്റ്യൻ 2 പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കുന്നത് ഫാമിലി, ലേഷ്യർ, എക്സസൈസ്, ഫേവറേറ്റ് റൈറ്റർ. ഇനി ക്വസ്റ്റ്യൻ 3 ചോദിക്കുന്നത് റൈറ്റ് ഓൺ റെസിഡൻസ് വെൽഫെയർ. ഇനി ക്വസ്റ്റ്യൻ 4 ചോദിക്കുന്നത് നോട്ട് ഓൺ ബിസിനസ് ലെറ്ററിന്റെ പാസേജ് അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി ഡിസംബർ 2023 ചോദിക്കുന്ന കോമ്പോസിഷന്റെ ടോപ്പിക്സ് നാച്ചുറൽ സൗണ്ട്സ്, ഹോസ്റ്റിംഗ് പാർട്ടി, ട്രാഫിക് റൂൾസ്, ലീഡർഷിപ്പ്. ഈ ട്രാഫിക് റൂൾസ് ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഫാമിലി, അതേപോലെ ഹോബീസ്,
കൈൻഡ്നെസ്, ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ 2, പാരഗ്രാഫ് റൈറ്റിംഗ് ഇന്ത്യൻ ആർമി ഫേവറേറ്റ് മ്യൂസിക് ഡീലിംഗ് വിത്ത് ബുള്ളീസ് ഫ്രണ്ട്സ്. അതാണ് പാരഗ്രാഫ് 2 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ 3 വരുന്നത് ലെറ്റർ ഓൺ ക്രൈംസ് എഗെയിൻസ്റ്റ് വുമൺ. എഗെയിൻസ്റ്റ് വുമൻസിന് എഗെയിൻസ്റ്റുള്ള ക്രൈമിനെ പറ്റിയുള്ള ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്വസ്റ്റ്യൻ 4 നോട്ട് ഓൺ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷൻ. ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷനെ പറ്റിയിട്ടുള്ള പാസേജിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ്. ഇത്രയും നമ്മളിവിടെ 6 ക്വസ്റ്റ്യൻ പേപ്പറിലും 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 4 ക്വസ്റ്റ്യൻസും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ലെറ്റർ എഴുതാനോ സമ്മറി എഴുതാനോ നോട്ട് ടേക്കിങ്ങോ പാരഗ്രാഫ്സോ കോമ്പോസിഷൻ. പാരഗ്രാഫ്സും കോമ്പോസിഷനും നിർബന്ധമായിട്ട് വരുന്നുണ്ട്. റിപ്പോർട്ടോ ലെറ്ററോ വരുമ്പോൾ അതിൽ മാറ്റം വരുന്നുണ്ടെന്ന് മാത്രം. അതേപോലെ സമ്മറി നോട്ട് ടേക്കിങ്ങും അതിൽ മാറ്റം വരുന്നുണ്ട്. The coverage of syllabus topic composition often cover broad topic that may not be explicitly tied to a specific unit but require coherent writing and the ability to develop idea extensively. നമ്മൾ കോമ്പോസിഷൻ റൈറ്റിംഗ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ റൈറ്റിംഗിന്റെ കൊഹറൻസി ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണം. നമ്മൾ റൈറ്റിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണം. ഇതിൽ എക്സാമ്പിൾ ആയിട്ട് ഫ്രം യൂണിറ്റ് 3 റൈറ്റിംഗ് എ കോമ്പോസിഷൻ, യൂണിറ്റ് 4 എക്സ്പോസിറ്ററി കോമ്പോസിഷൻ ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് യൂണിറ്റിൽ പലതരത്തിലുള്ള കോമ്പോസിഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി പാരഗ്രാഫ്സ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2 വരുന്നത്. റിക്വയർ കൺസൈസ് ഡെവലപ്മെന്റ് ഓഫ് ഐഡിയാസ് ആൻഡ് മേ റിലേറ്റ് ടു സ്പെസിഫിക് പാരഗ്രാഫ് റൈറ്റിംഗ് സ്കിൽ. യൂണിറ്റ് 1 റൈറ്റിംഗ് പാരഗ്രാഫ്സ് 1, യൂണിറ്റ് 2 റൈറ്റിംഗ് പാരഗ്രാഫ്സ് 2. അതായത് പാരഗ്രാഫ് റൈറ്റിംഗിലൂടെ നമ്മുടെ പാരഗ്രാഫ് റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ട ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 1ലും യൂണിറ്റ് 2ലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി റിപ്പോർട്ട് ഓർ ലെറ്റേഴ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റിപ്പോർട്ടിംഗ് ആൻഡ് ലെറ്റർ റൈറ്റിംഗ് സ്കിൽ കവേർഡ് ഇൻ വേരിയസ് യൂണിറ്റ്സ്. അതായത് ഈ റിപ്പോർട്ട്സ് എഴുതാനും ലെറ്റർ എഴുതാനും ഉള്ള നമ്മുടെ കുറെ സ്കിൽസ് നമ്മൾ ഒരുപാട് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 6ലുണ്ട്, യൂണിറ്റ് 10ലുണ്ട്, യൂണിറ്റ് 16ലുണ്ട്. അതേപോലെയാണ് നെക്സ്റ്റ് സെക്ഷൻ സമ്മറൈസേഷൻ ഓർ നോട്ട് ടേക്കിംഗ്. ക്വസ്റ്റ്യൻ 4ല് വരുന്നതാണ് directly linked to note taking and summarization skill. അതായത് നമ്മളൊരു പാസേജിന്റെ നോട്ട് ടേക്കിങ്ങോ അല്ലെങ്കിൽ സമ്മറൈസേഷൻ സ്കില്ലോ ഒക്കെയാണ് അതിൽ വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അതായത് നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 5ലും യൂണിറ്റ് 11ലും യൂണിറ്റ് 22ലൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. Initial expository analysis, types of question. First one is type of question. Compositions are constantly include and cover diverse thought provoking topics. Composition writings എന്ന് പറയുന്നത് തന്നെ അതിൽ നമ്മൾ thought provoking topics ആയിരിക്കും അതിൽ അധികം തന്നിട്ടുള്ളത്. അടുത്തത് paragraph questions often focus on personal experience or opinion. Paragraph questions personal experience നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെയാണ് paragraph questions ചോദിക്കുന്നത്. Report or letter questions align closely with practical communication skill. നമ്മുടെ പ്രാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിപ്പോർട്ട് ഓർ ലെറ്റർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സമ്മറൈസേഷൻ ആൻഡ് നോട്ട് ടേക്കിംഗ് ക്വസ്റ്റ്യൻ ഇൻവോൾവ് ഡിസ്റ്റില്ലിംഗ് ഇൻഫോർമേഷൻ ഗിവൺ പാസേജ്. അതായത് നമ്മൾ സമ്മറൈസേഷനോ നോട്ട് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ പാസേജിൽ നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ്, എ ബാലൻസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് ഡിഫറെന്റ് സിലബസ് യൂണിറ്റ് അക്രോസ് വേരിയസ് ക്വസ്റ്റ്യൻ ടൈപ്സ്. അതായത് നമ്മുടെ സിലബസിൽ വരുന്ന ഓരോ ഭാഗത്തു നിന്നും ടച്ച് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. Frequent conclusion of topics like traffic rules, social responsibilities and personal experiences. അതായത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ട്രാഫിക് റൂൾസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. റെഗുലർ എംഫസൈസ് ഓൺ റൈറ്റിംഗ് സ്കിൽ ആപ്ലിക്കബിൾ ഇൻ റിയൽ വേൾഡ് സിനാരിയോസ്. അതായത് നമുക്ക് റിപ്പോർട്ട് റൈറ്റിംഗ്സും ലെറ്റേഴ്സും ഒക്കെ നമുക്ക് റൈറ്റിംഗ് സ്കിൽ നമ്മുടെ ലൈഫിൽ വേണ്ടതാണ്. നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് റിപ്പോർട്ട് റൈറ്റിംഗും ലെറ്റർ റൈറ്റിംഗ് ഒക്കെ. അതുപോലെ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് നോക്കാം. റെഗുലർ തീംസ് എന്ന് പറയുന്ന ട്രാഫിക് റൂൾസും പേഴ്സണൽ റിഫ്ലക്ഷനും സോഷ്യൽ ഇഷ്യൂസും ഒക്കെയാണ് റെഗുലർ റിക്വയറിംഗ് തീംസ് വരുന്നത്. പ്രാക്ടിക്കൽ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗിനും അതേപോലെ റിഫ്ലക്റ്റിംഗ് റിയൽ ലൈഫ് ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് റിയൽ ലൈഫായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. സമ്മറൈസേഷൻ ആൻഡ് നോട്ട് ടേക്കിംഗ് ആർ ക്രൂഷ്യൽ കോമ്പോണന്റ് ടെസ്റ്റിംഗ് ഇൻ ഈച്ച് എക്സാം. അതായത് ഓരോ എക്സാമിൽ നമ്മൾ സമ്മറൈസേഷനോ അല്ലെങ്കിൽ നോട്ട് ടേക്കിംഗോ ചെയ്യുന്നുണ്ട്. നോട്ട് ടേക്കിങ്ങിന്റെ ഓരോ
സെക്ഷൻസ് വെക്കുന്നില്ല. കാരണം നമുക്ക് ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് അത് സമ്മറൈസ് ചെയ്യാനോ നോട്ട് ടേക്ക് ചെയ്യാനോ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. Preliminary report summary. The analysis of the FEG02 Foundation course in English 2 question papers from June 2021 to December 2023 reveals a constituent structure and balanced coverage of the syllabus topic. The question paper emphasized practical writing skills including composition, paragraph development, report writing, and summarization or note-taking. Recurring themes such as traffic rules, personal experiences, and social responsibilities highlight the course focus on real-life applicability and coherent expressions. This suggests as a well-rounded approach to develop students' English language proficiency with the emphasis on practical communication skill. അതായത് നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊഫഷ്യൻസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ റൈറ്റിംഗ് സ്കില്ലും ലിസണിങ് സ്കില്ലും റീഡിംഗ് സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന ഈ ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ്. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊഫഷ്യൻസിയും ഡെവലപ്പ് ചെയ്ത് വരണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്ത് വരണം. അതൊക്കെയാണ് ഈ ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ യൂണിറ്റും ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ഓരോ ബ്ലോക്കിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഫ്രീക്വന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓരോ ബ്ലോക്ക് കോമ്പോസിഷൻ ആണെങ്കിലും പാരഗ്രാഫ് ആണെങ്കിലും റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് സമ്മറി നോട്ട് ടേക്കിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഇതിന്റെ ഇത് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും എല്ലാത്തിനും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പെർ ബ്ലോക്ക്. ഓരോ പെർസെന്റേജ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നത്. Visualization and analysis reveal the following about the distribution of questions across the syllabus blocks in the FEG02 exams. The frequency of question is evenly distributed between block 1 and block 2, with each block accounting for 50% of the total questions. അതായത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം 50% ഓഫ് ക്വസ്റ്റ്യൻസ് ആ രണ്ട് സെക്ഷൻ തന്നെ എടുക്കുന്നുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. This even distribution suggests balance emphasis on the topic covered in the both blocks of the syllabus. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ വരുന്ന ഓരോ സബ്ജക്ട് ടോപ്പിക്സും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാലൻസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഈ യൂണിറ്റ് വൈസ് ഫ്രീക്വൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. യൂണിറ്റ് 1ൽ നിന്ന് ആണ് പാരഗ്രാഫ് റൈറ്റിംഗ്സ് ചോദിക്കുന്നത്. യൂണിറ്റ് 10ൽ നിന്നാണ്. യൂണിറ്റ് 10ൽ നിന്നും യൂണിറ്റ് 6ൽ നിന്നും യൂണിറ്റ് 7ൽ നിന്നാണ് റിപ്പോർട്ട് റൈറ്റിംഗ് ഓർ ലെറ്റേഴ്സ് ചോദിക്കുന്നത്. യൂണിറ്റ് 11ൽ നിന്നും യൂണിറ്റ് 22ൽ നിന്നും യൂണിറ്റ് 5ൽ നിന്നും സമ്മറിയും നോട്ട് ടേക്കിംഗ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് 3ൽ നിന്നാണ് കോമ്പോസിഷൻ റൈറ്റിംഗ്സ് എല്ലാം ചോദിക്കുന്നത്. അതായത് ഇത് അനലൈസ് ചെയ്യുന്നത് ഡിസംബർ 2021 മുതൽ ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വെച്ചിട്ടാണ്. അതേപോലെ നമ്മള് പെർസെന്റേജ് കൊടുക്കുകയാണ്. ഫുൾ പെർസെന്റേജിലും ഇത് കൊടുക്കുന്നുണ്ട്. പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓരോ ക്വസ്റ്റ്യന്റെയും. ഇനി നമുക്ക് യൂണിറ്റ് വൈസ് അനാലിസിസ് ഓഫ് FEG02 question paper from June 2021 to December 2023 revealing the following trends. Unit 1 and Unit 3, these units have highest frequency of questions, each accounting for 20% of the total questions. The Unit 3 and Unit 1ൽ നിന്ന് 20% of questions ചോദിക്കുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 20% ഓഫ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 1ൽ നിന്നും യൂണിറ്റ് 3ൽ നിന്നുമാണ് വരുന്നത്. യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 22, these units also have notable number of questions each with 10% of the total questions. അതായത് യൂണിറ്റ് 10ൽ നിന്നും യൂണിറ്റ് 22ൽ നിന്നും 10% ഓഫ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ നിന്നും ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 5ഉം 6ഉം 7 ആൻഡ് 11ൽ നിന്നൊക്കെ നമുക്ക് വരുന്നത് 3.33% to 6.66% വരെയാണ് യൂണിറ്റ് 5, 6, 7 and 11 യൂണിറ്റിൽ നിന്നും ചോദിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. അടുത്ത ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ് എ ഹയർ ഫോക്കസ് ഓൺ ഫൗണ്ടേഷൻ writing skills and paragraph development, unit 1 and 3, as well practical application skills such report writing and note taking. അതായത് ഇതിൽ കൂടുതലായിട്ട് ഹയർ ഫോക്കസ് ചെയ്യുന്ന റൈറ്റിംഗ് ഫൗണ്ടേഷൻ റൈറ്റിംഗ് സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പോലും നമ്മളിവിടെ റൈറ്റിംഗ് സ്കില്ലാണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
പാരഗ്രാഫ് ഡെവലപ്മെന്റും അപ്ലിക്കേഷൻസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ സ്കിൽസും അതേ ലൈക്ക് റിപ്പോർട്ട് റൈറ്റിംഗും നോട്ട് ടേക്കിംഗ് പോലത്തെ അപ്ലിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ എപ്പോഴും ചോദിച്ചു വരുന്നത്. ഈ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷനിൽ ഡിസംബർ 2021 ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. ഹൗ ടു റീഡ് എന്നുള്ളത് ഡിസംബർ 2021 2023 ചോദിച്ച റിപ്പോർട്ട് ഇവന്റ്സും അതേപോലെ തന്നെ റിപ്പോർട്ട് മീറ്റിംഗ് ആൻഡ് സ്പീച്ച് നോട്ട് ടേക്കിംഗ് ഫ്രം ലെക്ചർ ടെക്നിക് ഓഫ് സമ്മറൈസിംഗ് ടോപ്പിക് സെന്റൻസ് റൈറ്റിംഗ് കോമ്പോസിഷൻ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോന്നിന്റെയും ഗ്രാഫ് ഇതിൽ കാണാം. ഓരോന്നും ഏത് തരത്തിൽ എങ്ങനെയാണ് ഓരോ ടൈമിൽ ചോദിച്ചിട്ടുള്ളത്, എത്ര തരം റൈറ്റിംഗ് ടോപ്പിക് സെന്റൻസ് അതായത് പാരഗ്രാഫ് റൈറ്റിംഗും റൈറ്റിംഗ് കോമ്പോസിഷനും ആണ് ഒരു കോംപ്രമൈസ് ഇല്ലാതെ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റമില്ലാതെ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ പോകണം. പിന്നെ അതിന് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, എത്ര പെർസെൻറ്റേജുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ടോപ്പിക് ലെവൽ അനാലിസിസ് ഓഫ് FEG02 question paper revealing the following trends. Frequent topic no writing a composition topic sentence. Topic sentence എന്ന് ഉദ്ദേശിക്കുന്നത് പാരഗ്രാഫ് റൈറ്റിംഗ്സ് ആണ്. അതിൽ മെയിൻ ടോപ്പിക് സെന്റൻസിനെ ആസ്പദമാക്കിയിട്ടാവുമല്ലോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുക. These two topics have highest frequency of question according to for 20% of the total questions. These indicate a strong emphasis on foundational writing skill and paragraph development. Paragraph developmentum അതേപോലെ തന്നെ ഫൗണ്ടേഷൻ റൈറ്റിംഗ് സ്കില്ലും ഡെവലപ്പ് ചെയ്യലുമാണ് ഈ ഒരു റൈറ്റിംഗ് കോമ്പോസിഷൻ കൊണ്ടും ടോപ്പിക് സെന്റൻസ് കൊണ്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് മോഡറേറ്റ്ലി ഫ്രീക്വന്റ് ടോപ്പിക്സ് ആണ്. റിപ്പോർട്ട് റൈറ്റിംഗ്സും സ്പീച്ചസ് ആൻഡ് ടേക്കിംഗ് നോട്ട്സ് ഫ്രം എ ലെക്ചർ. ഈച്ച് ഓഫ് ദീസ് ടോപ്പിക് അക്കൗണ്ട്സ് for 10% of the total questions. Highlight the importance of practical writing and note taking. അതായത് ഇവിടെ നോട്ട് ടേക്കിങ്ങും അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ റൈറ്റിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 10%ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ഓരോ സെക്ഷനിൽ ചോദിക്കുന്നത്. അത് നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ലും നോട്ട് ടേക്കിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണം. ലെസ് ഫ്രീക്വന്റ്ലി ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഹൗ ടു റീഡ് റിപ്പോർട്ടിംഗ് events. These topics each have a frequent on 6.67 showing a moderate emphasis on reading comprehension event reporting. അതായത് ഒരു ഇവന്റ് റിപ്പോർട്ട് ചെയ്യാനും റീഡിംഗ് കോംപ്രഹെൻഷനും അതിനൊക്കെ അധികം 6.67% ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. Argumentative composition and the technique of summarizing. These topics are covered less frequent, so each count for 3.33 of the total questions. Argumentative composition techniques of summarizing ആണ് ഏറ്റവും കുറച്ച് ശതമാനം ചോദിച്ചിട്ടുള്ളത്. 3.33% ചോദിച്ചിട്ടുള്ളൂ. Summary of findings ആണ്. Focus appears to be ensuring the students can effectively write composition and develop the coherent paragraphs. Practical skills such as reporting and note taking are also emphasized through with slightly less frequency. കുറച്ച് ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ളത് കോമ്പോസിഷൻ റൈറ്റിംഗും അതേപോലെ പാരഗ്രാഫ്സ് റൈറ്റിംഗ്സും ആണ്. അതുകൊണ്ട് തന്നെ അത് നന്നായി നോക്കുക. പിന്നെ കമ്പാരിറ്റീവ്ലി അതിനേക്കാളും കുറച്ച് ചോദിക്കുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ലെറ്റേഴ്സും നോട്ട് ടേക്കിംഗ് ഒക്കെയാണ് അതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് ചോദിക്കുന്നത്. പക്ഷെ എങ്കിലും അതും നമ്മൾക്ക് ഇതുവരെ കണ്ടിട്ടുണ്ട് എല്ലാ പേപ്പറിലും. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ്. മാർക്ക് വൈസ് ആയിട്ട് ആവറേജ് മാർക്ക് പെർ ടോപ്പിക്, ഓരോ ടോപ്പിക്കിലും ആവറേജ് മാർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ഗ്രാഫാണ്. There seems to be misalignment in calculating the average mark for each topic. The zero values indicate that mark have not been distributed correctly across the topic. Let's correct the approach by properly estimate the marks of each topic on their frequency and mark assign each question. അതായത് ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് കറക്റ്റ് ടോപ്പിക്കിന്റെ എന്തൊക്കെ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് കറക്റ്റ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് നോക്കാം. Corrected approach: assign mark based on the frequency of each topic with its category. അത് ഓരോന്നിനും അതിന്റെ കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് മാർക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് ടോട്ടൽ ആവറേജ് മാർക്ക് ഫോർ ഈച്ച് ടോപ്പിക് അക്കോർഡിംഗ്ലി. ലെറ്റ്സ് പ്രൊസീഡ് വിത്ത് ഹിസ് കറക്റ്റ് അപ്രോച്ച്. അതായത് നമ്മൾ ടോട്ടൽ മാർക്കും അതിന്റെ ആവറേജ് മാർക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ടോപ്പിക്കിന്റെ കറക്റ്റ് അപ്രോച്ച് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് ആവറേജ് മാർക്സ് പെർ ടോപ്പിക് ആണ്. ഇവിടെ ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷനും റൈറ്റിംഗ് കോമ്പോസിഷൻ നല്ല ടോപ്പിൽ നിൽക്കുന്നുണ്ട്. ടോപ്പിക് സെന്റൻസ് അത്രക്ക് ടോപ്പിൽ അല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ടെക്നിക്സ് ഓഫ് സമ്മറൈസിങ് കുറവാണ്.
അതേപോലെ തന്നെ ടേക്കിംഗ് നോട്ട്സ് ഫ്രം ലെക്ചേഴ്സ് ഒരു 5.0 നിൽക്കുന്നത്. അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആൻഡ് സ്പീച്ചസും ആ ഒരു 5 പോയിന്റിൽ നിൽക്കുന്നതാണ്. ഇനി റിപ്പോർട്ടിംഗ് ഇവന്റ്സും ഹൗ ടു റീഡും 2.5 നിൽക്കുന്നത്. ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ ആണ് ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ ടെക്നിക്സ് ഓഫ് സമ്മറൈസിംഗ് ആണ് ഏറ്റവും താഴ്ചയിൽ നിൽക്കുന്നത്. The correct analysis revealing the following average marks per the topic based on the historical question data. മുൻകാലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ആവറേജ് മാർക്കിംഗ് ഓരോ ടോപ്പിക്കിന് എങ്ങനെ മാർക്ക് കൊടുക്കുന്നത് നോക്കാം. റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ 20 മാർക്സ് വരുന്ന, ടോപ്പിക് സെന്റൻസിന് 10 മാർക്സ് വരുന്ന, റിപ്പോർട്ടിംഗ് മീറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസിലൊക്കെ 5 മാർക്സ്, നോട്ട് ടേക്കിംഗ് ഫ്രം എ ലെക്ചറിലൊക്കെ 5 മാർക്കാണ്. ഹൗ ടു റീഡ് 3.33 മാർക്സും, റിപ്പോർട്ടിംഗ് ഇവന്റ്സും 3.33 മാർക്സും, ആർഗ്യുമേറ്റീവ് കോമ്പോസിഷൻ 1.67 മാർക്സും, ടെക്നിക്സ് ഓഫ് സമ്മറൈസിംഗും 1.167 മാർക്സ് ആണ് വരുന്നത്. ഹൈലി പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് കോമ്പോസിഷനും റൈറ്റിംഗ് കോമ്പോസിഷനും ടോപ്പിക് സെന്റൻസും ആണ് വരുന്നത്. മോഡറേറ്റ്ലി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ്, മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ്, നോട്ട് ടേക്കിംഗ് ഫ്രം എ ലെക്ചർ. അതാണ് ഒരു മീഡിയം ലെവലിൽ, അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ വരുന്ന ലോവർ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹൗ ടു റീഡും, റിപ്പോർട്ടിംഗ് ഇവന്റ്സും, ആർഗ്യുമേറ്റീവ് കോമ്പോസിഷൻ, ടെക്നിക്സ് ഓഫ് സമ്മറൈസിംഗ്. ഇത് എങ്ങനെ വേണമെങ്കിൽ ഏത് സമയത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ്. ഒന്നും നമുക്ക് ഉറപ്പിച്ചു പോകാൻ പറ്റില്ല. പക്ഷെ കോമ്പോസിഷൻ റൈറ്റിംഗും അതേപോലെ പാരഗ്രാഫ് റൈറ്റിംഗും ഉറപ്പായിട്ട് വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ്, മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ്, നോട്ട് ടേക്കിംഗ് ഫ്രം ലെക്ചറും ഒക്കെ അതും നമുക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്. ടോപ്പിക് സെന്റൻസും റൈറ്റിംഗ് കോമ്പോസിഷൻ റിപ്പീറ്റഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പോർട്ടിംഗ്, മീറ്റിംഗ് ആൻഡ് സ്പീച്ചസും അത്യാവശ്യം പകുതി തവണയോളം ചോദിച്ചിട്ടുണ്ട്. ടേക്കിംഗ് നോട്ട്സ് ഫ്രം ലെക്ചറും പകുതി തവണയോളം ചോദിച്ചിട്ടുണ്ട്. ഹൗ ടു റീഡ് കമ്പാരിറ്റീവ്ലി കുറവാണ്. റിപ്പോർട്ടിംഗ് ഇവന്റ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്, എങ്കിലും അത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. Recurrent topic and their frequency. Topic sentence 6 occurrence ആണ്. റൈറ്റിംഗ് കോമ്പോസിഷൻ 6 occurrence, അതായത് 6 തവണ ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിംഗ്, മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ് 3 തവണയുള്ളൂ. നോട്ട് ടേക്കിംഗ് ഫ്രം ലെക്ചർ 3 തവണ, 3 തവണ. ഹൗ ടു റീഡ് 2 തവണ. റിപ്പോർട്ടിംഗ് ഇവന്റ്സും 2 തവണ, അത്രയും ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ടോപ്പിക് സെന്റൻസും റൈറ്റിംഗ് കോമ്പോസിഷനും 6 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി ഫോളോയിങ് ടോപ്പിക്സ് ലൈക്ക് കാൻഡിഡേറ്റ്സ് ടു അപ്പിയർ ദ നെക്സ്റ്റ് എക്സാം. അതായത് നമ്മൾ എപ്പോഴും predict ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ടോപ്പിക് സെന്റൻസ്, റൈറ്റിംഗ് കോമ്പോസിഷൻ, റിപ്പോർട്ടിംഗ്, മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ്, നോട്ട് ടേക്കിംഗ് ഫ്രം ലെക്ചേഴ്സ്, ഹൗ ടു റീഡ്. അതാണ് നമ്മൾ നെക്സ്റ്റ് എക്സാമിന് നമ്മൾ predict ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ആണിത്. Summary and suggestion. High frequency topic focus on mastering the topic sentence and the writing composition. They have highly അതായത് ടോപ്പിക് സെന്റൻസ്, റൈറ്റിംഗ് കോമ്പോസിഷൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ നമ്മളൊന്ന് മാസ്റ്റർ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സ് ആണ് പേ അറ്റൻഷൻ ടു റിപ്പോർട്ടിംഗ്, മീറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസ്, ടേക്കിംഗ് നോട്ട്സ് ഫ്രം ലെക്ചേഴ്സ് സീൻസ് ആൾസോ അപ്പിയർ ഫ്രീക്വന്റ്. അതായത് നമ്മളെപ്പോഴും അതും പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് മീറ്റിംഗ്സും സ്പീച്ചസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അതേപോലെ നോട്ട് ടേക്കിംഗ് ഒക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ലോ ഫ്രീക്വൻസി ഓഫ് ഫ്രീക്വന്റ് ടോപ്പിക്സ്, ഹൗ ടു റീഡ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇവന്റ്സ് ഷുഡ് നെഗ്ലെക്ട് ദേ ഒക്കർ ത്രൂ ലെസ് ഫ്രീക്വൻസി. അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ അത് മാക്സിമം നോക്കാൻ ശ്രമിക്കുക. പക്ഷെ നമ്മളത് കുറവാണ് കണ്ടു വന്നിട്ടുള്ളത് എങ്കിൽ പോലും നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ ഫസ്റ്റിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വരിക. ഇനി പ്രഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് അപ്കമിംഗ് എക്സാംസ് ആണ്. ബേസ്ഡ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റിക്വയറിംഗ് ടോപ്പിക്സ്, വി predict the likelihood of certain topics appears in the upcoming exams. Here are the top topics ranked by their historical frequency and patterns of recurrence. അതായത് നമുക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് സെക്ഷനിൽ വരിക എന്നുള്ളത്, നെക്സ്റ്റ് എക്സാമിൽ വരിക എന്നുള്ളത്. ടോപ്പിക് സെന്റൻസ് എന്തായാലും വരും, റൈറ്റിംഗ് കോമ്പോസിഷൻ വരും, റിപ്പോർട്ടിംഗ്, മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ് വരും, നോട്ട് ടേക്കിംഗ് ഫ്രം എ ലെക്ചർ വരും, ഹൗ ടു റീഡ്. ഇതൊക്കെയാണ് അടുത്തതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ട് ചാൻസസ് ഉള്ളതാണ്. 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ടു റൈറ്റിംഗ് പാരഗ്രാഫ്സ് ഈച്ച് കീ ടു ടെസ്റ്റ് കോഴ്സസ്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക വേണ്ടത്. അടുത്ത റൈറ്റിംഗ് കോമ്പോസിഷൻ, അതും വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന പോസിബിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ്. നമ്മൾ എസ്സേസ് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ സിലബസ് വായിച്ചിട്ട് അത് എങ്ങനെയൊക്കെ അത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സ്കിൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക.
റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ് അത് വെരി ഹൈ ഇല്ലെങ്കിൽ ഹൈ ആണ്, ചാൻസസ് കൂടുതൽ തന്നെയാണ്. 3 തവണ ചോദിച്ചിട്ടുണ്ട്. ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രാക്ടീസ് പ്രാക്ടിക്കൽ റൈറ്റിംഗ് സ്കിൽ വിച്ച് ആർ സിഗ്നിഫിക്കൻറ്റ് ഫോക്കസ് ഓൺ ദി കോഴ്സിൽ വളരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ റൈറ്റിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ് നമ്മൾ പ്രാക്ടിക്കൽ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അടുത്ത നോട്ട് ടേക്കിംഗ് ഫ്രം എ ലെക്ചറും അതും ഹൈ പ്രോബബിലിറ്റി ഉള്ളതാണ് തന്നെയാണ്. അതും നമ്മൾ 3 തവണ ചോദിച്ചിട്ടുണ്ട് മുൻപ്, അതുകൊണ്ട് അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഹൗ ടു റീഡ് മോഡറേറ്റ്, അത് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു ന്യൂട്രൽ ആയിട്ട് കിടക്കുന്നതാണ്. 2 തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ സ്കില്ലും ഡെവലപ്പ് ചെയ്യുക. പിന്നെ സ്റ്റഡി റെക്കമെൻഡേഷൻ ഫോക്കസ് ഹെവി ഓൺ ടോപ്പിക് സെന്റൻസും റൈറ്റിംഗ് കോമ്പോസിഷനിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പ്രിപ്പയർ വെൽ ഫോർ റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ് നോട്ട് ടേക്കിംഗ് ഫ്രം എ ലെക്ചർ. അതായത് നമ്മൾ ഈ 2 സെക്ഷൻസ് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ നമ്മൾ ഒഴിവാക്കാൻ കൂടാത്ത കാര്യം തന്നെ ഹൗ ടു റീഡും, അത് നമ്മൾ ഒഴിവാക്കരുത്. എല്ലാതും നമ്മൾ ഫസ്റ്റ് ഹൈലി ഫോക്കസ് ഹെവിലി ഓൺ എന്നുള്ളതിൽ നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യണം. അതിനുശേഷം അടുത്ത സെക്ഷൻ പ്രിപ്പയർ വെൽ ഫോർ, അത് നന്നായി പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഡു നോട്ട് നെഗ്ലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ ഹൗ ടു റീഡും അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. Other related topics that might not have high recurrence but are still essential part of our syllabus. Reporting events, അതായത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കരുത്, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതും നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുക വേണം. കോംപ്രഹെൻസീവ് നോട്ട് ടു ലേണേഴ്സ്. ഡിയർ ലേണേഴ്സ്, as you prepare for upcoming FEG02 foundation course in English 2 exam, we have analyzed historical exam data to help you focus on the most important topics and optimize your study efforts. Here is a comprehensive guide to assist you in your preparation. Key focus areas, topic sentences എന്നാണ് വരുന്നത്. ഫ്രീക്വൻസി ആയിട്ട് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ടിപ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഐഡന്റിഫൈങ് റൈറ്റിംഗ് ക്ലിയേഴ്സ്. നമ്മുടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് കോഹറൻറ്റ്, എസെൻഷ്യൽ ഫോർ റൈറ്റിംഗ് കോഹറൻറ്റ് പാരഗ്രാഫ്സ്. നമ്മൾ പാരഗ്രാഫ് റൈറ്റിംഗിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രസ് വരുത്തിക്കൊണ്ടിരിക്കണം, സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. പ്രാക്ടീസിങ് ഐഡന്റിഫൈങ് ആൻഡ് റൈറ്റിംഗ് ക്ലിയർ ടോപ്പിക് സെന്റൻസ്, എൻഷുറിങ് ഈച്ച് പാരഗ്രാഫ് സച്ച് ആസ് എ സിംഗിൾ ഫോക്കസ്ഡ് ഏരിയ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ടോപ്പിക് സെന്റൻസ്. അതായത് നമ്മൾ ഓരോ ആ ടോപ്പിക് സെന്റൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പാരഗ്രാഫ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. റൈറ്റിംഗ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഫ്രീക്വന്റ് ആയിട്ട് 6 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മുടെ ഒരു കോമ്പോസിഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ് എന്ന് പറഞ്ഞത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ റൈറ്റിംഗ് സ്കിൽസ് ആണ്. അത് ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത് ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആൻഡ് സ്പീച്ചസ്. ഫോക്കസ് ഓൺ ക്ലാരിറ്റി, അക്യുറസി ആൻഡ് കോൺഷ്യസ് ഇൻക്ലൂഡിംഗ് ദ എസെൻഷ്യൽ ഡീറ്റെയിൽ അവോയ്ഡ് അൺനെസസറി ഇൻഫർമേഷൻ. അതായത് ക്ലാരിറ്റി, അക്യുറസിയും കോൺഷ്യസ്നെസ്സും വേണം. അൺനെസസറി ഡീറ്റെയിൽസും ഒഴിവാക്കണം. അതുപോലെ എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ഉൾപ്പെടുത്തും വേണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫെമിലിയർ സ്റ്റൈൽസ്, ഫോർമാറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് എഴുതാം. അത് നോട്ട് ടേക്കിംഗ് ഫ്രം എ ലെക്ചർ, അതും 3 തവണ ചോദിച്ചിട്ടുണ്ട്. ക്രൂഷ്യൽ എഫക്ട് ഓഫ് നോട്ട് ടേക്കിംഗ് ആണ്. ടിപ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ടേക്കിംഗ് നോട്ട്സ് ഫ്രം ലെക്ചേഴ്സ് ഓർ റെക്കോർഡഡ് ടോക്സ്. Focus on identify key points and organizing them in a structured format. Organize a structured format നമ്മൾ അത് എഴുതണം. യൂസ് ടെക്നിക്സ് ലൈക്ക് ഔട്ട്ലൈനിങ്, ബുള്ളറ്റ് പോയിന്റ്സ്, ഹൈലൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ. അതായത് നമുക്ക് ടെക്നിക്സ് ആയിട്ട് ഔട്ട്ലൈനിങ്, ബുള്ളറ്റ് പോയിന്റ്സും ഹൈലൈറ്റ്സും അബ്രിവേഷൻസും ഒക്കെ യൂസ് ചെയ്യാം. ഹൗ ടു റീഡ് എന്നാണ്. ഫ്രീക്വൻസി ടു ക്യുറൻസ് ആണുള്ളത്. 2 തവണ ചോദിച്ചിട്ടുള്ളൂ. ഇമ്പോർട്ടൻറ്റ് ടു കോംപ്രഹെൻഷൻ സ്കിൽ, നമ്മൾ കോംപ്രഹെൻഷൻ സ്കില്ലിന് ഇമ്പോർട്ടൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. ടിപ്സ് ഓൺ ഡെവലപ്പ് ആക്റ്റീവ് റീഡിംഗ് സ്ട്രാറ്റജി സച്ച് ആസ് സമ്മറൈസിങ്. അതായത് നമ്മുടെ റീഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അതായത് സമ്മറൈസിങ് പോലെ, ക്വസ്റ്റ്യനിങ് പോലെ, പ്രെഡിക്റ്റിംഗ് പോലെ. പ്രാക്ടീസ് റീഡിംഗ് പാസേജ് ആൻഡ് മേക്കിംഗ് നോട്ട്സ് ഓൺ കീ പോയിന്റ്സ്, മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. അതായത് നമ്മള് മെയിൻ ഐഡിയാസും കീ പോയിന്റ്സ്, സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പാസേജ് വായിച്ച് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അടുത്ത അഡീഷണൽ ടോപ്പിക് ടു പ്രിപ്പയർ, നമ്മളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം റിപ്പോർട്ടിംഗ് ഇവന്റ്സ്. അത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ടിപ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് സ്ട്രക്ചർ ആൻഡ് കീ എലമെന്റ് ഓഫ് ഇവന്റ് റിപ്പോർട്ട്സ്. പ്രാക്ടീസ് റൈറ്റിംഗ് കോൺഷ്യസ് ആൻഡ് ഫാക്ച്വൽ റിപ്പോർട്ട്സ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള സ്ട്രക്ചർ പഠിക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ.
അടുത്തത് ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ ആണ്. അതിൽ ഫ്രീക്വൻസി ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. അതിൽ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് സ്ട്രോങ് ആർഗ്യുമെന്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്, പ്രാക്ടീസ് റൈറ്റിംഗ് എസ്സേസ് ആൻഡ് പെർസ്യൂഡ് ആൻഡ് ആർഗ്യൂ എ പോയിന്റ് ഓഫ് വ്യൂ. അതായത് നമ്മൾ ആർഗ്യുമെന്റ്സിന്റെ സ്ട്രോങ് ആർഗ്യുമെന്റ്സും അതേപോലെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ റൈറ്റിംഗ് എസ്സേസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് എസ്സേ ഒക്കെ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ വ്യൂ പോയിന്റിൽ ആർഗ്യൂ ചെയ്തിട്ട് എസ്സേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ടെക്നിക്സ് ഓഫ് സമ്മറൈസിങ് അത് ഒറ്റ തവണ ചോദിച്ചിട്ടുള്ളൂ. വർക്ക് ഓൺ സമ്മറൈസിങ് ലോങ് പാസേജ് ഇൻ ടു കൺസൈസ് സമ്മറൈസ്, highlight main ideas and key details while omitting less important information. അതായത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ വലിയൊരു പാസേജിന് ഷോർട്ട് ആക്കാനല്ലോ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കീ ഡീറ്റെയിൽസ് കൊടുക്കുക, ഒമിറ്റ് ചെയ്യുന്ന പരിപാടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെ. അടുത്തത് സ്റ്റഡി ടിപ്സ് ആണ്. പ്രാക്ടീസ് റെഗുലർലി. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഡെഡിക്കേഷൻ കൊടുക്കണം, സമയം കറക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഓരോ പാരഗ്രാഫ് എഴുതി പ്രാക്ടീസ് ചെയ്യണം, കോമ്പോസിഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യണം, റിപ്പോർട്ട്സ് എഴുതി പ്രാക്ടീസ് ചെയ്യണം, സമ്മറൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. യൂസ് പാസ്റ്റ് എക്സാം പേപ്പർ ആൻഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ടു ടെസ്റ്റ് യുവർ സ്കിൽസ്. നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതി കൊണ്ടുവരിക. ഇഫ് പോസിബിൾ ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ യുവർ റൈറ്റിംഗ് ഫോറം ടീച്ചേഴ്സ് ഓർ പിയേഴ്സ്. അതായത് ടീച്ചേഴ്സിനെ കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫീഡ്ബാക്ക് ചോദിച്ചറിയുക. അതേപോലെ യൂസ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ. അതായത് അത് നമ്മുടെ ഫീഡ്ബാക്ക് കിട്ടും, നമുക്ക് എപ്പോഴും നമ്മുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഓർഗനൈസ് സ്റ്റഡി സെക്ഷൻസ്. അതായത് നമ്മൾ എപ്പോഴും break your study sections into focused block, each dedicated to specific topic or skills. Use techniques like mind mapping and flashcards to reinforce learning. അതായത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടും ടൈം ടേബിൾ ഒക്കെ വെച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുക. ഫ്ലാഷ് കാർഡ്സും മൈൻഡ് മാപ്പിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ റെയിൻഫോഴ്സ് ലേണിംഗ് ചെയ്യുക, ലേണിങ്ങിനെ റെയിൻഫോഴ്സ് ചെയ്യുക. Stay updated, keep abreast of current event and issue that may relevant of essay topics. This will help you to write more informed and engaging composition. അതായത് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, ന്യൂസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ടോപ്പിക്സ് ഒക്കെ അധികം റെലവെന്റ് ആയിട്ടുള്ളതും ജനറൽ ആയിട്ടുള്ളതും നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ആ തരത്തിലുള്ള ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോൾ നമ്മുടെ എസ്സേ ആണെങ്കിലും പാരഗ്രാഫ് റൈറ്റിംഗ്സ് ആണെങ്കിലും റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ്. അതേപോലെ നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യുക. ഇതിപ്പോ എന്തായാലും അത്യാവശ്യം എഴുതേണ്ട ഒരു പേപ്പറാണ്. അപ്പൊ ഈ പേപ്പർ എഴുതുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴും മാക്സിമം ടൈം മാനേജ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എക്സാം ഹാളിലാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിൽ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അടുത്ത ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നമ്മൾ ഇഗ്നോയില് വരുന്ന ഒരു പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 50 മാർക്കിനാണ്, 2 hours ആണ് ക്വസ്റ്റ്യൻസ് ഉള്ള. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എ കോമ്പോസിഷൻ ഇൻ about 350 words in any one of the following. അതായത് 20 മാർക്കിന് 350 വേർഡ്സിൽ എഴുതുക. ഫസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ സൊസൈറ്റി, സെക്കൻഡ് മോസ്റ്റ് മെമ്മറബിൾ വെക്കേഷൻ, ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ കോൺവെർസേഷൻ, ഹൗ ടെക്നോളജി ഈസ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ. അതായത് കോമ്പോസിഷൻ റൈറ്റിംഗ് എല്ലാവർക്കും അറിയാം, ഇൻട്രൊഡക്ഷനും ബോഡി സെക്ഷനും അതേപോലെ തന്നെ കൺക്ലൂഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രീതിയിൽ നമുക്ക് കോമ്പോസിഷൻ റൈറ്റിംഗ് എഴുതാം. റൈറ്റിംഗ് പാരഗ്രാഫ്സ് ഓഫ് about 200 words on any one of the following. അതായത് പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് 200 വേർഡ്സിൽ 10 മാർക്കാണ് വരുന്നത്. ഇതിൽ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക് സെന്റൻസസ് ആണ്. അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ദ ബെനിഫിറ്റ് ഓഫ് റെഗുലർ എക്സസൈസ്, എ പേഴ്സൺ ഹു ഇൻസ്പയർസ് മീ, ദ റോൾ ഓഫ് ലൈബ്രറീസ് ഇൻ എഡ്യൂക്കേഷൻ, മൈ ഫേവറേറ്റ് ഹോബീസ് ആൻഡ് വൈ ഐ എൻജോയ് ഇറ്റ്. ഇതൊക്കെയാണ് പാരഗ്രാഫ് റൈറ്റിംഗ്സിൽ വരുന്ന കുറച്ച് പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി യു ആർ എ മെമ്പർ ഓഫ് യുവർ സ്കൂൾ. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. You are a member of your school's environment club and recently attended a meeting to discuss strategies to reducing plastic waste on campus. The meeting included students, teachers, and local environment point out discussion were implementing a plastic-free policy. അതായത് നമ്മൾ സ്കൂളിലെ എൻവയോൺമെന്റൽ ക്ലബിന്റെ ഒരു മെമ്പറാണ്. അവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഒരു ക്യാമ്പസിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇംപ്ലിമെന്റിങ് എ
plastic-free policy, increasing awareness through campaigns, setting up recycling situation, encouraging the use of reusable materials, challenges and resolution. ഇതൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. Write a report to be submitted to the school administration summarizing the meeting and proposing actionable steps. അതായത് നമ്മൾ സ്കൂളിൽ ഒരു മീറ്റിംഗിന്റെ സമ്മറൈസേഷൻ കൊടുക്കുകയാണ്. ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ടോപ്പിക്കിന്റെ സമ്മറൈസേഷൻ കൊടുക്കുകയാണ്. അതിനൊരു കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതുന്നുള്ളത് നമുക്കറിയാം, അത് നോക്കി എഴുതാം. അല്ലെങ്കിൽ give your view of the following statement: education is the most powerful weapon in which you can use to change the way, explain and analyze with examples. അതായത് ഈ ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് പറയാം. ഓക്കെ, ഇനി സമ്മറൈസ് ദ ഫോളോയിങ് പാസേജ് in not more than 1/3 of the original. Give it suitable title. A suitable title കൊടുത്ത് നമുക്ക് സമ്മറൈസ് ചെയ്യാണ്. ക്രിട്ടിക്കൽ സ്കിൽ റീഡിംഗ് ഈസ് എ ക്രിട്ടിക്കൽ സ്കിൽ ദാറ്റ് ഹാസ് ന്യൂമറസ് ബെനിഫിറ്റ്സ് എസ്പെഷ്യലി ഇൻ ടുഡേസ് പാസ്റ്റ്. അതായത് റീഡിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്, കുട്ടികൾക്ക് വായിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സമ്മറൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അതിൽ ഫോളോയിങ് പാസേജ് ഈസ് നോട്ട് മോർ ദാൻ 1/3 ഓഫ് ദി ഒറിജിനൽ. അതായത് ഒറിജിനലിന്റെ 1/3 കൂടാൻ പാടില്ല. അതേപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിലും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.